മെഡിക്കൽ ലബോറട്ടറി ടെക്നോളജിയുടെ സ്കോപ്പ്, അതിൻ്റെ കരിയർ ഓപ്പർച്യൂണിറ്റീസ് എന്താണ്, അതിൻ്റെ ഒരു ഓവർവ്യൂവിനെ പറ്റിയിട്ടാണ് ഞാൻ ഔട്ട്ലൈനാണ് ഞാൻ തരാൻ പോകുന്നത്. ഇപ്പം നമ്മൾ കേട്ടിട്ടുണ്ടായി BSc MLT പഠിച്ചാൽ എവിടെയായിരിക്കും മെയിനായിട്ട് സ്കോപ്പ് ഉണ്ടാവുക? ഡയഗ്നോസ്റ്റിക്സ് ടെസ്റ്റിൽ ലാബിൽ മാത്രമായിരിക്കും. പക്ഷെ അത് മാത്രമല്ല കേട്ടോ, നമുക്ക് ഈ ഒരു BSc MLT വെച്ചിട്ട് എത്രയോ ഫീൽഡിൽ നമുക്ക് മൈഗ്രേറ്റ് ചെയ്യാൻ പറ്റും. ഫസ്റ്റ് തന്നെ ഐ വിൽ ഗീവ് ഇൻട്രോ അബൌട്ട് ദ വാട്ട് ഈസ് മെഡിക്കൽ ലബോറട്ടറി ടെക്നോളജി. നമുക്കറിയാം മെയിനായിട്ട് നമ്മൾ എന്താ നോക്കണേ? ഡയഗ്നോസിസ് ആണ്. ഏതൊരു മെഡിക്കൽ പ്രൊഫഷൻ്റെയും ബാക്ക് ബോൺ എന്ന് പറയുന്നത് എന്താണ്? മെഡിക്കൽ ലാബ് ടെക്നോളജിസ്റ്റ് ആണ്. നമ്മൾ വൺസ് ഡയഗ്നോസ് ചെയ്താൽ മാത്രമേ ഡോക്ടേഴ്സിന് ഫർദർ എന്തെടുക്കാൻ പറ്റത്തുള്ളൂ? ട്രീറ്റ്മെൻറ്റ് ഡിസൈഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ദെൻ ഐ വിൽ മൂവ് ടു ഏതൊക്കെ ഏരിയാസ് ആണ് നമ്മൾ മെഡിക്കൽ ലാബ് ടെക്നോളജിയിൽ കവർ ചെയ്യുന്നത്? നിങ്ങൾക്ക് അറിയാവുന്നത് തന്നെ, പഠിക്കുന്നതാണ്. മെയിനായിട്ട് 3 ഏരിയാസ് ആണ്: മൈക്രോബയോളജി, ബയോകെമിസ്ട്രി, ഹെമറ്റോളജി, പത്തോളജി. അത് കൂടാതെ ഏതൊക്കെ ഫീൽഡിൽ നമുക്ക് മൈഗ്രേറ്റ് ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം. ഒന്ന് മോളിക്കുലർ ഡയഗ്നോസിസ്റ്റ്, അതായത് നമ്മൾ DNA RNA ബേസ്ഡ് ആയിട്ടുള്ള PCR ടെക്നിക്ക് വെച്ചിട്ട് നമുക്ക് അവിടെ റിസർച്ച് ആൻഡ് ടെക്നിക്സ് ഒക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. പിന്നെ പബ്ലിക് ഹെൽത്ത് ആൻഡ് എപ്പിഡെമോളജി. പബ്ലിക് ഹെൽത്ത് എന്ന് വെച്ചാൽ ഒന്നുമില്ല, ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ കോവിഡ് വന്നു, അതായത് നമ്മളൊരു ഏരിയാസ് എടുക്കും. പാലക്കാട് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ പാലക്കാടാണ് ഏരിയ. അതിൽ ഇത്ര പേർക്ക് കോവിഡ് സ്പ്രെഡായി, ഏതൊക്കെ ഏരിയ ലൊക്കാലിറ്റിയിൽ സ്പ്രെഡായി, എത്ര ഔട്ട് ബ്രേക്ക് ഉണ്ടായി, നെക്സ്റ്റ് ഫർദർ ട്രീറ്റ്മെൻറ്റ് എന്താണ് നമ്മൾ നോക്കും. ദെൻ റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ്. അതിനൊരു ബെസ്റ്റ് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നിപ്പ ആരാ കണ്ടുപിടിച്ചത്? കോഴിക്കോട് നിപ്പ വന്നു, അത് ഡയഗ്നോസ് ചെയ്ത ആരാ? ഏത് ഫീൽഡിലുള്ള ആളാണെന്നറിയാവോ? മെഡിക്കൽ ലാബ് ടെക്നോളജിസ്റ്റ് തന്നെയാണ്. അരുൺകുമാർ സാറാണ് ഡിറ്റക്ട് ചെയ്തത്. പുള്ളിക്കാരൻ്റെ ഒരു ഡയഗ്നോസിൻ്റെ ബേസിലാണ് നിപ്പ PCR വെച്ചിട്ട് ഡയഗ്നോസ് ചെയ്തു. ഇപ്പോൾ സാറിപ്പം WHO ഇപ്പോൾ കയറിയിട്ടുണ്ട്. ആ ഒറ്റ ഡയഗ്നോസ് ചെയ്ത ബേസിൽ WHO ഇപ്പോൾ സയൻറ്റിസ്റ്റായിട്ട് വർക്ക് ചെയ്യാണ്. ദെൻ ഫോറൻസിക് ആൻഡ് ടോക്സിക്കോളജി, അതായത് നമ്മുടെ ഡ്രഗിനെയും ടോക്സിൻസിനെയൊക്കെ പറ്റി നമുക്ക് സ്റ്റഡി ചെയ്യാൻ പറ്റും. ദെൻ അതുകൂടാതെ തന്നെ നമുക്ക് ഫുഡ് ടെക്നോളജിയിലും വാട്ടർ ടെക്നോളജിയിലും കോസ്മെറ്റോളജി ബേസ്ഡ് ആയിട്ട് നമുക്ക് മൈഗ്രേറ്റ് ചെയ്യാൻ പറ്റും. എൻ്റെ ഒരു സീനിയർ ഉണ്ടായിരുന്നു മണിപ്പാലിൽ പഠിച്ചത്. ലൈക്ക് ഒരു ലിങ്ക്ഡിനിൽ പോയി പ്രൊഫൈൽ അപ്ഡേറ്റ് ചെയ്ത് ലാബ് ടെക്നോളജിയുടെ ബേസിൽ ഓയിൽ കമ്പനിയിൽ ക്വാളിറ്റി കൺട്രോളിൽ വർക്ക് ചെയ്യുന്നവരെയുണ്ട്. അങ്ങനെ എത്രയോ ചാൻസസ് നമ്മുടെ ഫീൽഡിൽ ഉണ്ട്. ദെൻ ഇതിപ്പോൾ മെയിനായിട്ട് 4th ഇയേഴ്സിന് വേണ്ടിയിട്ടുള്ളതാണ്. നിങ്ങൾക്ക് ഇപ്പോൾ ഒരു കൺഫ്യൂഷൻ ആയിരിക്കും എന്താണ് BSc MLT കഴിഞ്ഞാൽ ചെയ്യേണ്ടതെന്നുള്ളത്. ചിലർ MSc എടുക്കാൻ നോക്കും, ചിലർ എക്സ്പീരിയൻസ് എടുത്ത് പുറത്തു പോകാൻ നോക്കുന്നവരും ഉണ്ടാവും. മെയിനായിട്ട് നമ്മുടെ കരിയർ ഓപ്പർച്യൂണിറ്റീസ് എവിടേക്കാണ് വരുന്നത്? ഹോസ്പിറ്റൽസും ഡയഗ്നോസ്റ്റിക് സെൻറ്റേഴ്സാണ്. നമുക്ക് ഫാർമസ്യൂട്ടിക്സിൽ കയറാം. ഞാൻ ഓൾറെഡി അത് ഡിസ്കസ് ചെയ്തതാണ്. ഡയഗ്നോസ്റ്റിക് ലബോറട്ടറീസിൽ നമുക്ക് കയറാം. ദെൻ അക്കാഡമിക്സും റിസർച്ചും ബേസ്ഡ് ആയിട്ട് നമുക്ക് കയറാൻ പറ്റും. ദെൻ ഹോസ്പിറ്റൽസ് ഞാൻ പറഞ്ഞു, നമ്മൾ മിനിമം ഒരു ഹോസ്പിറ്റൽ സെലക്ട് ചെയ്യുമ്പോൾ 3 കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കാനുണ്ട്. ബെഡ് വാല്യൂ, അതായത് ഇപ്പോൾ ഒരു 1000 ബെഡ് വാല്യൂ ഉള്ള ഹോസ്പിറ്റലെങ്കിലും നമ്മൾ നോക്കണം. പിന്നെ ബയോകെമിസ്ട്രി നമ്മൾ പഠിച്ചിട്ടുണ്ടാവും. ക്വാളിറ്റി കൺട്രോള്, അതിൽ ഏത് അക്രഡിറ്റേഷനാണ് വേണ്ടത്? NABL ആയിരിക്കണം, ISO സർട്ടിഫിക്കേഷൻ ആയിരിക്കണം. ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് അപ്ഡേഷൻ വരുന്നത് 2022 ആണ് ISO സർട്ടിഫൈ ചെയ്തിരിക്കുന്നത്. അത് മെയിനായിട്ട് ടെസ്റ്റിംഗ് ആൻഡ് കാലിബ്രേഷൻ ഓഫ് ലബോറട്ടറിനെ ബേസ് ചെയ്തിട്ടാണ്. അതിൽ 9011 വരുന്നുണ്ട്, 17025 ബേസ് ചെയ്തിട്ടാണ് മെയിനായിട്ട് ISO സർട്ടിഫിക്കേഷൻ പോകുന്നത്. ഞാൻ പിന്നെ ഡയഗ്നോസ്റ്റിക് ലാബ് പറഞ്ഞു. ഇന്ത്യയിൽ തന്നെ നിങ്ങൾക്ക് ഇപ്പം കേരളത്തിൽ അറിയാവുന്ന മെയിനായിട്ടുള്ള ഡയഗ്നോസ്റ്റിക് ലാബ് ഏതൊക്കെയായിരിക്കും? DDRC കേട്ടിട്ടുണ്ടോ? മൈക്രോ ലാബ് ഒക്കെ ആയിരിക്കും. അതുകൂടാതെ തന്നെ ഇന്ത്യയിൽ തന്നെ എത്രയോ ഫേമസ് ആയിട്ടുള്ള ഡയഗ്നോസ്റ്റിക് ലാബ് ഉണ്ട്.
അതിൽ വരുന്നതാണ് ഡോക്ടർ ലാൽപാത്ത് ലാബ്. അത് ഈ ഡോക്ടർ ലാൽപാത്ത് ലാബിന് അബോ 250 ബ്രാഞ്ചസ് ഉണ്ട് ഇന്ത്യയിൽ തന്നെ. ദെൻ മെട്രോപൊളിറ്റ്സ്, XRL, ദെൻ വിജയ ഡയഗ്നോസിസ്റ്റ്, തൈറോകെയർ, അപ്പോളോ ഡയഗ്നോസിസ് എന്ന് പറഞ്ഞത് അവർക്ക് ഇൻസ്റ്റിറ്റ്യൂട്ടും ഉണ്ട്, കൂടാതെ അവർക്ക് ഡയഗ്നോസ്റ്റിക് സെൻറ്റേഴ്സും ഉണ്ട്. ഇത്രയും ലാബൊക്കെ എന്ന് പറഞ്ഞാൽ മിനിമം ഒരു 5000 ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ് കവർ ചെയ്യുന്ന ലബോറട്ടറീസ് ആയിരിക്കും. പിന്നെ ഇവിടെ എങ്ങനെ ജോലി കണ്ടുപിടിക്കാമെന്ന് നോക്കുകയാണെങ്കിൽ അവരുടെ വെബ്സൈറ്റിൽ കയറുക. വെബ്സൈറ്റിൽ കയറിയിട്ട് അവർ മിനിമം കീവേഡ്സ് അതിൽ കൊടുത്തിട്ടുണ്ടാവും. എന്താണ് അവർ എക്സ്പെക്റ്റ് ചെയ്യുന്ന എക്സ്പീരിയൻസ് കാര്യങ്ങളൊക്കെ. അതായത് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഡോക്ടർ ലാൽപാത്ത് ലാബ്സിൻ്റെ www. അതിൻ്റെ ഒരു വെബ്സൈറ്റ് ഉണ്ട്. അതിൽ കയറിയിട്ട് അവരുടെ കീവേഡ്സ് സെലക്ട് ചെയ്യുക. അതിനനുസരിച്ചിട്ട് വേണം നമ്മൾ CV പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെ തന്നെയാണ് മറ്റേ ലാബിൻ്റെ ഒക്കെ, മെട്രോപൊളിറ്റ്സ് ആയാലും SRL ആണെങ്കിലും എങ്ങനെയായാലും വേക്കൻസി അല്ലെങ്കിൽ അവരെങ്കിലും പ്രൊഫൈലിൽ ഇട്ടിട്ടുണ്ടാവും ജോബ് വേക്കൻസി കാര്യങ്ങളൊക്കെ. ഓരോ നമ്മളൊരു വെബ്സൈറ്റ് അതിൽ അപ്ഡേറ്റ് എപ്പോഴും ചെക്ക് ചെയ്തുകൊണ്ടേ ഇരിക്കുക അവർ വേക്കൻസീസ് വിളിക്കുന്നുണ്ടോയെന്ന്. ദെൻ ഹയർ സ്റ്റഡീസ് മെയിനായിട്ടും ഫസ്റ്റ് തന്നെ പറയുകയാണെങ്കിൽ MSc MLT 3 സ്പെഷ്യലൈസേഷനാണ് മെയിനായിട്ടുള്ളത്. ഏതൊക്കെയാണ്? മൈക്രോബയോളജി, ബയോകെമിസ്ട്രി, പത്തോളജി തന്നെ പല സ്റ്റേറ്റിൽ ഹെമറ്റോളജി ആൻഡ് ബ്ലഡ് ബാങ്കിങ് എന്ന് പറഞ്ഞിട്ടായിരിക്കും കൊടുക്കുക. കേരളത്തിൽ പത്തോളജി വരും. ദെൻ അത് കൂടാതെ തന്നെ നമുക്ക് MSc മെഡിക്കൽ മൈക്രോബയോളജിയും മെഡിക്കൽ ബയോകെമിസ്ട്രി എടുക്കാം. അതിൻ്റെ MSc MLT മെഡിക്കൽ മൈക്രോബയോളജിയും MSc MLT മൈക്രോബയോളജി ബയോകെമിസ്ട്രിയും മെഡിക്കൽ ബയോകെമിസ്ട്രി തമ്മിലുള്ള വ്യത്യാസം എന്തെന്ന് വെച്ചാൽ MSc MLT മൈക്രോബയോളജി എന്ന് പറഞ്ഞാൽ ക്ലിനിക്കലി ഓറിയൻറ്റഡ് ആണ്. അതായത് ലാബ് ബേസ്ഡ് ആണ് നമ്മൾ മൈക്രോബയോളജി പഠിക്കുന്നത്. മെഡിക്കൽ മൈക്രോബയോളജി MSc വരുമ്പോൾ നമ്മൾ മെഡിക്കലി കുറച്ചുകൂടെ ഡീപ്പായിട്ട് നമ്മൾ പഠിക്കും. പിന്നെ അതുകൂടാതെ ക്ലിനിക്കൽ എംബ്രിയോളജി എന്ന് പറഞ്ഞൊരു കോഴ്സ് ഉണ്ട്. അതായത് ബേബി മേക്കേഴ്സ്, IVF, ART പോലുള്ള ടെക്നോളജിസ്റ്റ് ബേസ് ചെയ്തിട്ടുള്ള ഒരു സ്റ്റഡി. അതിപ്പോൾ മെയിനായിട്ട് കോഴ്സ് ഓഫർ ചെയ്യുന്നത് മണിപ്പാലിലാണ്. ദെൻ വേറെ ഫോറൻസിക് സയൻസ് നമുക്ക് എടുക്കാൻ പറ്റും. ദെൻ വൈറോളജി. ഇന്ത്യയിൽ 2 ഫേമസ് ആയിട്ടുള്ള വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ട്, ഒന്ന് മണിപ്പാലും ഒന്ന് പൂനെയിലാണ് ഉള്ളത്. ദെൻ നമുക്ക് മോളിക്കുലർ ലൈഫ് സയൻസിൽ സ്റ്റഡി ചെയ്യണമെങ്കിൽ ചെയ്യാം. പബ്ലിക് ഹെൽത്ത് ഞാൻ ഓൾറെഡി പറഞ്ഞു. നന്ദിനി മിസ്സൊക്കെ ഓൾറെഡി ഒരു പബ്ലിക് ഹെൽത്ത് നോക്കിയതായിരുന്നു ഒരു തവണ പഠിക്കാൻ വേണ്ടിയിട്ട്. ദെൻ മാസ്റ്റേഴ്സ് ഇൻ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ MHA എന്ന് പറയും. ദെൻ MBAയിൽ തന്നെ ഹെൽത്ത് കെയർ മാനേജ്മെൻറ്റ്. ദെൻ നമുക്ക് MSc കഴിഞ്ഞിട്ട് ഫർദറാണ് നമുക്ക് എന്ത് ചെയ്യാം, PhD അത് കഴിഞ്ഞ് പോസ്റ്റ് ഡോക്ക് എടുത്തിട്ടും മൈഗ്രേറ്റ് ചെയ്യാൻ പറ്റും. ദെൻ ഇത്രയും ഹയർ സ്റ്റഡീസ് ഞാൻ പറഞ്ഞു. എവിടേക്കാണ് നമുക്ക് കോഴ്സസ് ഓഫർ ചെയ്യുന്നതെന്ന് അറിയാൻ പറ്റുമോ? ഫസ്റ്റ് ആണ് നമ്മുടെ കേരളം വെച്ച് തുടങ്ങാം. കേരളത്തിൽ കുഹാസിൻ്റെ അണ്ടറിൽ MSc MLT ഓഫർ ചെയ്യുന്നത് 2 കോളേജസേ ഉള്ളൂ. ഒന്ന് മിംസും ഒന്ന് ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജും. ദെൻ അമൃതേൻ്റെ അണ്ടറിൽ വരുന്നത് അമൃത മെഡിക്കൽ കോളേജ് വരും. ഇത്രയും കോളേജസേ ഉള്ളൂ കേരളത്തിൽ MSc MLT ഓഫർ ചെയ്യുന്നത്. ഇപ്പോൾ അതിനായിട്ട് നമുക്ക് സ്പെസിഫിക് എൻട്രൻസ് ടെസ്റ്റ് കാര്യങ്ങളുണ്ട്. പിന്നെ അതർ സ്റ്റേറ്റ്സ് എടുക്കുമ്പോൾ മെയിനായിട്ട് വരുന്നത് ജിഗ്മർ, നമ്മുടെ ശ്രുതി മിസ്സും മാളവിക മിസ്സൊക്കെ പഠിച്ച PGMR, പോസ്റ്റ് ഗ്രാജുവേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ എഡ്യൂക്കേഷൻ ആൻഡ് റിസർച്ച്. ഈ PGMRൽ ഇപ്പോൾ മൈക്രോബയോളജി എടുക്കുകയാണെങ്കിൽ ഫുൾ സ്പെഷ്യലൈസേഷൻ ആയിരിക്കില്ല വരിക. ഒന്നുകിൽ MSc ബാക്ടീരിയോളജി അല്ലെങ്കിൽ MSc പാരസൈറ്റോളജി ബേസ്ഡ് ആയിരിക്കും നമ്മൾ പഠിക്കാനുണ്ടാവുക. അതിനും സെപ്പറേറ്റ് എൻട്രൻസ് ടെസ്റ്റ് ഉണ്ടാവും, ജിഗ്മർ ആണെങ്കിലും PGMR ആണെങ്കിലും. ദെൻ സെൻറ്റ് ജോൺസ് മനീഷ മിസ്സൊക്കെ പഠിച്ചെടുത്തു. ദെൻ ഫാദർ മുള്ളേഴ്സ്, ദെൻ വെല്ലൂർ CMC, മണിപ്പാലും. ദെൻ ഇത്രയും ഇൻസ്റ്റിറ്റ്യൂട്ടൊക്കെ തിരഞ്ഞെടുക്കുമ്പോൾ നമ്മൾ അതർ സ്റ്റേറ്റ്സ് തിരഞ്ഞെടുക്കുമ്പോൾ പ്രത്യേകിച്ച് ഒരു കാര്യം ശ്രദ്ധിക്കണം. റെപ്യൂട്ടഡ് ഇൻസ്റ്റിറ്റ്യൂട്ട് ആയിരിക്കണം. റാങ്കിങ് നമ്മൾ നോക്കണം. കേരളത്തിൻ്റെ പുറത്ത് നോക്കുമ്പോൾ ഞങ്ങൾക്ക് ഓറിയൻറ്റഡ് ആണോ, എത്ര ഗ്രേഡ് ഉണ്ട്. പിന്നെ ഇഫ് യു വാണ്ട് ടു കണ്ടിന്യൂ ഇൻ കേരള, കുഹാസുമായിട്ട് അഫിലിയേഷൻ ഉണ്ടോയെന്നും കൂടെ നോക്കേണ്ടി വരും. അല്ലെങ്കിൽ അതിൽ കുറച്ച് പ്രശ്നങ്ങൾ കാര്യങ്ങളൊക്കെ വരാൻ ചാൻസ് ഉണ്ട്.
ഇതിൽ വൈറോളജി ഞാൻ പറഞ്ഞു. വൈറോളജി ഓഫർ ചെയ്യുന്നത് ഒന്ന് മണിപ്പാലും ഒന്ന് CMCയിലും MSc വൈറോളജി കോഴ്സ് ഉണ്ട്. ദെൻ ക്ലിനിക്കൽ എംബ്രിയോളജി ഉള്ളത് മണിപ്പാൽ യൂണിവേഴ്സിറ്റിയിലാണ് ഇതാക്കുന്നത്. അതിന് സെപ്പറേറ്റ് എൻട്രൻസ് ടെസ്റ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ദെൻ മെഡിക്കൽ മൈക്രോബയോളജി ബയോകെമിസ്ട്രി ഒക്കെ ആണെങ്കിൽ ജിഗ്മർ, സെൻറ്റ് ജോൺസ്, ഫാദർ മുള്ളേഴ്സ്, CMC, മണിപ്പാൽ എല്ലാ സ്ഥലത്തും അത്യാവശ്യം ഓഫർ ചെയ്യുന്നുണ്ട്. പബ്ലിക് ഹെൽത്ത് മെയിനായിട്ട് ഒന്ന് മണിപ്പാൽ ഓഫർ ചെയ്യുന്നുണ്ട്. ദെൻ കേരളത്തിൽ ഒരു കോളേജ് ഉണ്ട്, ബാലരാമപുരത്ത്, അനന്തപുരിയിൽ ഒരു കോളേജസും കൂടെ ഓഫർ ചെയ്യുന്നുണ്ട് പബ്ലിക് ഹെൽത്ത്. പിന്നെ ഒരു കാര്യം ഞാൻ പറയാൻ വിട്ടുപോയി. നമ്മുടെ MSc MLTക്ക് 3 സ്പെഷ്യലൈസേഷൻ ഉള്ളതെന്ന് ഞാൻ പറഞ്ഞു. മൈക്രോബയോളജി, ബയോകെമിസ്ട്രി, പത്തോളജി. ഒരു 2 വർഷം മുമ്പ് വരെ ചില കോളേജസിൽ ഒരു സ്പെഷ്യലൈസേഷൻ കൂടി ഉണ്ടായിരുന്നു, MSc MLT ഇൻ പബ്ലിക് ഹെൽത്ത് എന്ന് പറഞ്ഞിട്ട്. ഇപ്പം അത് ഡിഫറെൻറ്റ് കാറ്റഗറിയിലേക്ക് അത് സെപ്പറേറ്റ് ചെയ്തിരിക്കുകയാണ്. ദെൻ ഇനി ഇന്ത്യ ഒന്നും വേണ്ട, ഇനി സ്റ്റഡി അബ്രോഡ് ആണെങ്കിൽ ഇപ്പം പല നാട്ടിലും നമ്മൾ BSc MLT മെഡിക്കൽ ലാബ് ടെക്നോളജിയിലായിരിക്കില്ല അറിയപ്പെടുക. ഒന്നെങ്കിൽ ക്ലിനിക്കൽ ലബോറട്ടറി സയൻസ് എന്ന് പറയും, ബയോമെഡിക്കൽ സയൻസ് എന്നും പറയും. ഇപ്പോൾ UK, യൂറോപ്പ് പോലുള്ള കൺട്രീസൊക്കെ ആണെങ്കിൽ MSc ഇൻ ബയോമെഡിക്കൽ സയൻസ് എന്നായിരിക്കും പറയുക. MSc ഇൻ ബയോമെഡിക്കൽ സയൻസ് എന്നായിരിക്കും പറയുക. അതുപോലെ ഗൾഫ് കൺട്രിയിലേക്ക് വരുമ്പോൾ ഗൾഫ് കൺട്രിയിൽ മെയിനായിട്ട് 2 യൂണിവേഴ്സിറ്റി ഉണ്ടാവും, ഖാലിഫ യൂണിവേഴ്സിറ്റിയും ഗൾഫ് മെഡിക്കൽ യൂണിവേഴ്സിറ്റിയും. അവിടെ ക്ലിനിക്കൽ ലബോറട്ടറി സയൻസ് എന്നാണ് ഈ കോഴ്സിനെ പറയുന്നത്, നമ്മുടെ മെഡിക്കൽ ലാബ് ടെക്നോളജീനെ. ദെൻ അതുകൂടാതെ തന്നെ ഞാൻ ഓൾറെഡി പറഞ്ഞു, മോളിക്കുലർ ലൈഫ് സയൻസിലും മൈക്രോബയോളജി, ബയോകെമിസ്ട്രി ഒക്കെ നമുക്ക് എടുക്കാൻ പറ്റും അവിടെ പോയി കഴിഞ്ഞാലും. ദെൻ ഇതിപ്പോൾ MSc കഴിഞ്ഞ് നമ്മൾ വീണ്ടും എന്താ പറയുക, PhD ചെയ്യാൻ താല്പര്യമുള്ളവരൊക്കെ ആണെങ്കിൽ യൂറോപ്പിലൊക്കെ പോയി PhD ചെയ്യണം എന്നുള്ളവരാണെങ്കിൽ നമുക്ക് അത്ര ഈസി അല്ല PhD അവിടെ പോയി കിട്ടുക എന്നുള്ളത്. അതിനെ പറ്റിയൊരു ബെസ്റ്റ് കോഴ്സാണ് MSc ഇൻ ക്ലിനിക്കൽ റിസർച്ച് എന്നുള്ളത്. അത് കഴിഞ്ഞിട്ട് അവിടെ നിന്ന് തന്നെ നമുക്ക് PhD അത് വെച്ചിട്ട് മൈഗ്രേറ്റ് ചെയ്യാൻ പറ്റും. ഞാൻ ഏതൊക്കെ കൺട്രീസ് ഓഫർ ചെയ്യുന്നുണ്ട് നോക്കാം. ഒന്ന് UK, യുണൈറ്റഡ് കിങ്ഡം. ഇത്രയും യൂണിവേഴ്സിറ്റീസ് ഞാൻ കൊടുത്തേക്കുന്നത് റാങ്കിങ് ബേസ്ഡ് ഉള്ള യൂണിവേഴ്സിറ്റിയാണ്. ഏതൊക്കെ യൂണിവേഴ്സിറ്റീസ് ഇത് ബയോമെഡിക്കൽ സയൻസ് എന്നുള്ള പ്രോഗ്രാം ഓഫർ ചെയ്യുന്നുണ്ട് എന്നുള്ളത്. മെയിനായിട്ട് 2 റാങ്കിങ് ഉള്ള യൂണിവേഴ്സിറ്റി ബേസ്ഡ് ആയിരിക്കും. സിൽവർ റാങ്കിങ്ങും ഗോൾഡ് റാങ്കിങ്ങും ബേസ്ഡ് ആയിട്ടായിരിക്കും നമ്മൾ യൂണിവേഴ്സിറ്റി സെലക്ട് ചെയ്യുക. ഒരു തവണ ഞാനും UK പഠിക്കാൻ പോയതാണ്, അപ്പോൾ ഇതിനെപ്പറ്റി ഡീപ്ലി നമ്മൾ സെർച്ച് ചെയ്തിരുന്നു. ഞാൻ മെയിനായിട്ട് UK നോക്കിയ യൂണിവേഴ്സിറ്റി ഒന്ന് ആംഗ്ലിയ റസ്കിൻ, അത്യാവശ്യം ഗോൾഡ് റാങ്കിങ് ഉള്ള യൂണിവേഴ്സിറ്റിയാണ്. ദെൻ ഷീഫീൽഡ് ഹല, ദെൻ ഡിമോൺഫോർട്ട്, ദെൻ കാംബ്രിഡ്ജ്, ഓക്സ്ഫോർഡൊക്കെ കിട്ടണമെങ്കിൽ അത്രയും നല്ല പെർസെൻറ്റേജ് അവരുടെ ഒന്ന് സെപ്പറേറ്റ് ടെസ്റ്റ് കാര്യങ്ങളും അപ്ലിക്കേഷൻ എൻക്വയറീസ് ഒക്കെ ഉണ്ടാവും. പിന്നെ നമുക്ക് എഡിൻബർഗ്, യൂണിവേഴ്സിറ്റി ഓഫ് സ്റ്റെസ്റ്റർ, അവിടെയൊക്കെ നമുക്ക് അഡ്മിഷൻ എടുക്കാൻ പറ്റും. പിന്നെ എപ്പോഴും ഇങ്ങനെയുള്ള കൺട്രീസ് സെലക്ട് ചെയ്യുമ്പോൾ ഏരിയയും കൂടെ നമ്മൾ നോക്കണം. ഇന്നർ ലെൻഡർ ആണോ ഔട്ടർ ലെൻഡർ ആണോ, കാരണം എക്സ്പെൻസ് രണ്ടിനും ബേസ് ചെയ്തിട്ട് ഒത്തിരി ഇന്നർ ലെൻഡർ ആണെങ്കിൽ എക്സ്പെൻസ് കൂടുതലായിരിക്കും, ഔട്ടർ ലെൻഡർ ആകുമ്പോൾ കമ്പാരിറ്റീവ്ലി കുറവായിരിക്കും. പിന്നെ മാഞ്ചസ്റ്റർ ആ സ്ഥലത്തൊക്കെ ലണ്ടനിലെ അപേക്ഷിച്ച് എക്സ്പെൻസ് കുറവായിരിക്കും. പിന്നെ ഒരു യൂണിവേഴ്സിറ്റിയും കൂടിയുണ്ട്, യൂണിവേഴ്സിറ്റി ഓഫ് സ്റ്റാൻഫോർഡ്. അവിടെ അത്യാവശ്യം നല്ല IBMSൻ്റെ അക്രിഡിറ്റേഷനുള്ള ബയോമെഡിക്കൽ സയൻസ് കോഴ്സ് ഓഫർ ചെയ്യുന്നുണ്ട്. പിന്നെ UK സ്ഥലത്താക്കുമ്പോൾ എപ്പോഴും നമുക്കിപ്പോൾ ഒരു ഹോസ്പിറ്റൽ സെലക്ട് ചെയ്യുമ്പോൾ NABL അക്രിഡിറ്റേഷൻ ഉണ്ടോയെന്ന് നോക്കും. അതേപോലെ ഇങ്ങനെ ഒരു യൂണിവേഴ്സിറ്റി സെലക്ട് ചെയ്യുമ്പോൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ബയോമെഡിക്കൽ സയൻസ് അതിൻ്റെ ക്വാളിറ്റി അത് ഓറിയൻറ്റഡ് ആണെന്നും കൂടെ നമ്മൾ നോക്കണം. അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കൊരു ബയോമെഡിക്കൽ സയൻസ് അല്ലെങ്കിൽ HCPC രജിസ്ട്രേഷൻ UK പഠിച്ചിറങ്ങിയവർക്ക് കിട്ടാൻ ഒന്നുകൂടെ പ്രയോറിറ്റി ഉണ്ടാവും. ദെൻ കാനഡയിൽ വരുവാണെങ്കിൽ UK കാനഡയും തമ്മിലുള്ള വ്യത്യാസം എന്ന് വെച്ചാൽ
ഏറ്റവും കൂടുതൽ പ്രോസസ്സിങ് ഈസി ആയിട്ട് നടക്കുക UK കാനഡ 1 വർഷമൊക്കെ എടുക്കും പ്രോസസ്സിങ് നടക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ കാനഡയിൽ ഒരു പ്രശ്നം വെച്ചാൽ എല്ലാ യൂണിവേഴ്സിറ്റിയും ബയോമെഡിക്കൽ സയൻസ് 2 വർഷത്തെ PG ഓഫർ ചെയ്യില്ല. PG ഡിപ്ലോമ ആയിരിക്കും ഓഫർ ചെയ്യുക. ദെൻ മെയിനായിട്ട് ഓഫർ ചെയ്യുന്ന യൂണിവേഴ്സിറ്റി എന്ന് പറഞ്ഞാൽ യൂണിവേഴ്സിറ്റി ഓഫ് ഒട്ടാവ, വിൻസ്റ്റോർ, വാട്ടർലൂ. ഇത്രയും യൂണിവേഴ്സിറ്റി കൂടാതെ വേറെ യൂണിവേഴ്സിറ്റീസ് ഉണ്ട്. ഇത്രയാണ് മെയിനായിട്ട് കാനഡയിൽ ഓഫർ ചെയ്യേണ്ടത്. ദെൻ ഓസ്ട്രേലിയ മെൽബൺ ഓഫർ ചെയ്യുന്നുണ്ട്. മൊണാഷ് യൂണിവേഴ്സിറ്റി, ക്യൂൻലാൻഡ്, ഡിയാക്കിൻ യൂണിവേഴ്സിറ്റി, അത്രയും ഇനിയും ഉണ്ട്. ക്യൂൻ മേരി, അങ്ങനത്തെ യൂണിവേഴ്സിറ്റീസൊക്കെ ഉണ്ട്. ഇത്രയും യൂണിവേഴ്സിറ്റീസാണ് ഓസ്ട്രേലിയയിൽ കോഴ്സസ് ഓഫർ ചെയ്യണത്. ദെൻ നിങ്ങൾ ജർമ്മനിയെ പറ്റി കേട്ടിട്ടുണ്ടാവും. ജർമ്മനിയിൽ ഫ്രീ ഓഫ് കോസ്റ്റിൽ പഠിക്കാമെന്നുള്ളത്. പക്ഷേ അതിൽ ജർമ്മനിയിൽ തന്നെ 2 ടൈപ്പ് യൂണിവേഴ്സിറ്റി വരുന്നുണ്ട്, പ്രൈവറ്റും പബ്ലിക് യൂണിവേഴ്സിറ്റി. അതിൽ പ്രൈവറ്റ് യൂണിവേഴ്സിറ്റി പഠിക്കുകയാണെങ്കിൽ നമ്മുടെ തന്നെ എക്സ്പെൻസ് എടുത്തിട്ട് അങ്ങനെ നമുക്ക് ഫീസ് കൊടുത്ത് പഠിക്കാം. ഫ്രീ ഓഫ് കോസ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഏതെങ്കിലും പബ്ലിക് ആയിട്ടുള്ള ജർമ്മൻ ഗവൺമെൻറ്റിൻ്റെ അണ്ടറിലുള്ള യൂണിവേഴ്സിറ്റിയിൽ കയറുകയാണെങ്കിൽ നമുക്ക് അവരുടെ സ്കോളർഷിപ്പിൽ നമുക്ക് കോഴ്സ് കംപ്ലീറ്റ് ആക്കി അവിടെ തന്നെ സെറ്റിൽ ചെയ്യാം. 2 ടൈപ്പ് പ്രൈവറ്റിൽ വരുന്നത് ടയറും പ്രൈവറ്റ് യൂണിവേഴ്സിറ്റിയാണ്. ദെൻ ഇതിൽ പബ്ലിക് വരുന്ന വരും ഫ്രൈഡ്ബർഗ് യൂണിവേഴ്സിറ്റി, ഹൈഡൽബർഗ് യൂണിവേഴ്സിറ്റി ഒക്കെയാണ് വരുന്നത്. പിന്നെ കേട്ടിട്ടുണ്ട് ഇതിൽ ഏറ്റവും വേണ്ടത് ജർമ്മൻ ലാംഗ്വേജ് റിക്വയർമെൻ്റ് ആണ്. എന്നാൽ ചില യൂണിവേഴ്സിറ്റീസിൽ ജർമ്മൻ ലാംഗ്വേജ് വേണ്ട, IELTS വെച്ചിട്ട് നമുക്ക് കയറാൻ പറ്റും. ഹൈഡൽബർഗ് യൂണിവേഴ്സിറ്റീസിലൊക്കെ എൻ്റെ ഒരു ഫ്രണ്ട് MSc MLT മൈക്രോബയോളജിയിൽ IELTS വെച്ച് അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഫ്രീ ഓഫ് കോസ്റ്റിന് പഠിക്കുന്നുണ്ട്. അങ്ങനെ റയർ ആയിട്ടുള്ള യൂണിവേഴ്സിറ്റീസിൽ നമുക്ക് IELTS വെച്ചിട്ട് ജർമ്മൻ ലാംഗ്വേജ് ഇല്ലാതെ തന്നെ നമുക്ക് പഠിക്കാൻ പറ്റും. ജർമ്മൻ ലാംഗ്വേജ് പറയുമ്പോൾ നമ്മൾ 4 ലെവൽസ് ക്ലിയർ ചെയ്യേണ്ടി വരും. A1, A2, B1, B2. ഇത്രയും ലെവൽസ് ക്ലിയർ ചെയ്താൽ മാത്രമേ നമുക്ക് ജർമ്മനിയിൽ ചില യൂണിവേഴ്സിറ്റീസിൽ അഡ്മിഷൻ എടുക്കാൻ പറ്റത്തുള്ളൂ. എന്തൊക്കെ അഡ്മിഷൻ റിക്വയർമെൻറ്റ്സ് ആണ് വേണ്ടത്? ഒന്ന്, നമ്മുടെ ഒരു ഇംഗ്ലീഷ് പ്രൊഫഷൻസി വേണം. അതിന് മിനിമം ഒരു 6.5, ഏകദേശം ഒരു 7 ഒക്കെ എടുത്തു വെക്കുകയാണെങ്കിൽ അത്രയും നല്ലതാണ്. IELTS എന്ന് പറയും. IELTS-ഉമായിട്ട് ഈക്വൽ. IELTS നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലേ? എന്താ അതിൻ്റെ ഫുൾ ഫോം? ഇൻ്റർനാഷണൽ ലാംഗ്വേജ് ടെസ്റ്റിംഗ് സിസ്റ്റം. ഈ IELTS തന്നെ വേണമെന്നില്ല നമുക്ക്. അതുമായിട്ട് ഇക്വലൻ്റ് ആയിട്ട് തന്നെ 2 കോഴ്സസും കൂടെ, 2 പ്രൊഫഷൻസി ടെസ്റ്റും കൂടി ഉണ്ട്. PT-യും TOEFL-ഉം സെയിം ഇത് തന്നെയാണ്. 4 മൊഡ്യൂൾസ് തന്നെയാണ് 2-നും 3-നും വരുന്നത്. ലിസണിങ്, സ്പീക്കിങ്, റീഡിങ്, റൈറ്റിങ്. പക്ഷെ ഇതിൻ്റെ ഒരു ഡിഫറൻസ് എന്താണെന്ന് വെച്ചാൽ PTM എന്ന് പറയുന്നത് പിയേഴ്സൺ ടെസ്റ്റ് ഓഫ് ഇംഗ്ലീഷ് ആണ്. TOEFL PTM കമ്പ്യൂട്ടർ ബേസ്ഡ് ആയിട്ടുള്ള ടെസ്റ്റ് ആയിരിക്കും വരിക. IELTS റിട്ടൺ ബേസ്ഡ് ആയിരിക്കും. ദെൻ TOEFL ഇൻ്റർനെറ്റ് ബേസ്ഡ് ആയിരിക്കും. ഇത്രയും അതിൻ്റെ വ്യത്യാസമുള്ളൂ. ഇക്വലൻ്റ് ആയിട്ട് ഇതിൽ ഏതെങ്കിലും ഒന്ന് പ്രൊഫഷൻസ് നമ്മൾ ക്ലിയർ ചെയ്താൽ മതി. പിന്നെ പോളണ്ട്, UK പോലുള്ള ചില യൂണിവേഴ്സിറ്റിയിൽ പറയും അതിനകത്ത് പ്രൊഫഷൻസി ഒന്നും വേണ്ട, MOA സർട്ടിഫിക്കറ്റ് മതി എന്ന് പറയും. അതായത് മീഡിയം ഓഫ് ഇൻസ്ട്രക്ഷൻ ഇംഗ്ലീഷിൽ കാണിച്ചാൽ മതി. അങ്ങനെ ചില റെയർ ആയിട്ടുള്ള യൂണിവേഴ്സിറ്റീസിൽ നമുക്ക് അഡ്മിഷൻ എടുക്കാൻ പറ്റും. ദെൻ ഏറ്റവും കൂടുതലായിട്ട് നമുക്ക് സ്ട്രോങ് ആയിട്ട് വേണ്ടത് ലെറ്റർ ഓഫ് റെക്കമെൻഡേഷൻ ആണ്. നമ്മൾ എത്രയും ഒരു റെക്കമെൻഡ് ചെയ്യാൻ ഒരു ലെറ്റർ ഓഫ് റെക്കമെൻഡേഷൻ ഉണ്ടെങ്കിൽ അത് അത്രയും സ്ട്രോങ് ആയിരിക്കും. അഡ്മിഷൻ കിട്ടാൻ കുറച്ചുകൂടെ ഈസി ആയിരിക്കും. ദെൻ വേണ്ടത് നമ്മുടെ ഏറ്റവും കൂടുതൽ സ്ട്രോങ് ആയിട്ട് എഴുതേണ്ടത് SOP ആണ്. സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പർപ്പസ്. നമ്മൾ എന്തുകൊണ്ട് ആ കോഴ്സ് സെലക്ട് ചെയ്യുന്നു, എന്തുകൊണ്ട് ആ യൂണിവേഴ്സിറ്റി സെലക്ട് ചെയ്യുന്നു, എന്തുകൊണ്ട് നമ്മൾ ആ കോഴ്സിന് ആപ്റ്റ് ആണോ, അങ്ങനെ ഒരു കാര്യം കൂടെ നമ്മൾ ഏറ്റവും സ്ട്രോങ് ആയിട്ട് ചെയ്ത് അഡ്മിഷൻ റിക്വയർമെൻറ്റ്സ് കുറച്ചുകൂടി ഈസി ആയിട്ട് പോകും. ഇതാണ് ഞാൻ പറഞ്ഞ മീഡിയം ഓഫ് ഇൻസ്ട്രക്ഷൻസ്, ലെറ്റർ ഓഫ് റെക്കമെൻഡേഷൻ, സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പർപ്പസിൻ്റെ ഒരു മോഡൽ സാമ്പിൾ എന്ന് പറയുന്നത്. ദെൻ ഇത്രയും ഞാൻ പറഞ്ഞ സ്റ്റഡി അബ്രോഡ് ഇന്ത്യയിൽ എത്രത്തോളം ബേസ് ചെയ്തിട്ടുണ്ട്. ഇനി ഇത് കൂടാതെ നമുക്ക് BSc MLT കഴിഞ്ഞു എന്തെങ്കിലും എക്സാം എഴുതണം എന്നുള്ളവരാണെങ്കിൽ കുറച്ച് സെറ്റ് ഓഫ് എക്സാംസും രജിസ്ട്രേഷൻസും വരുന്നുണ്ട്. അതിൽ മെയിനായിട്ട് വരുന്നത് HAB അബുദാബിയിൽ, DHA ദുബായിൽ, ഹെൽത്ത് MOT സൗദി, പ്രൊമോട്ടിക് ഒമാൻ ഖത്തറിൽ, ദെൻ ACPL എയിംസ് ഓസ്ട്രേലിയയുടെ,
IBMS അത് UK വരുന്ന ഒരു എക്സാമാണ്. ദെൻ ALCS, ദെൻ CSMLS അത് കാനഡയിൽ വരുന്നൊരു എക്സാമാണ്. ദെൻ ഓൾറെഡി ഞാൻ 2 കാര്യം പറഞ്ഞു, ഓസ്ട്രേലിയൻ എക്സാമും എയിംസും AICTEയും. ഇതിൻ്റെ രണ്ടിൻ്റെയും മെയിൻ ഡിഫറൻസ് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഓസ്ട്രേലിയൻ ബയോമെഡിക്കൽ സയൻറ്റിസ്റ്റ് എക്സാം എഴുതുമ്പോൾ ഫസ്റ്റ് തന്നെ അവർ ചോദിക്കുക നമ്മുടെ ഇംഗ്ലീഷ് പ്രൊഫഷ്യൻസി ആയിരിക്കും. അത് വെച്ചാൽ മാത്രമേ നമുക്ക് ഫർദർ മൂവ്മെൻറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ദെൻ അമേരിക്കയുടെ എക്സാം എഴുതുമ്പോൾ നമുക്ക് ആദ്യം വേണ്ടത് അവരുടെ ഡയറക്റ്റ് എക്സാം എഴുതാം, ഇംഗ്ലീഷ് പ്രൊഫഷ്യൻസി പിന്നീട് എടുത്താലും കുഴപ്പമില്ല. പിന്നെ അവരുടെ അപ്ഡേഷൻസ് ഒക്കെ അവരുടെ വെബ്സൈറ്റിൽ പോയിട്ട് നമ്മൾ ക്രിയേറ്റ് അക്കൗണ്ട് ഉണ്ടാക്കിയിട്ട് അതിലാണ് അപ്ഡേഷൻസും കാര്യങ്ങളൊക്കെ ഇടുന്നത്. ദെൻ UK ഇപ്പം ബയോമെഡിക്കൽ സയൻറ്റിസ്റ്റ് നമ്മൾ പഠിച്ചിറങ്ങോ പോവുകയാണെങ്കിൽ അതിനു മുമ്പ് ഒരു ലൈസൻസ്ഡ് ആയിട്ടുള്ളൊരു രജിസ്ട്രേഷൻ നമ്മൾ എടുത്തിരിക്കണം. HCPC എന്ന് പറയും, ഹെൽത്ത് ആൻഡ് കെയർ പ്രൊഫഷണൽ കൗൺസിൽ രജിസ്ട്രേഷൻ എന്നാണ് അതിൽ പറയുക. അതിൽ മെയിനായിട്ട് അന്നത്തെ പറയുമായിരുന്നു നമ്മൾ ഇംഗ്ലീഷ് പ്രൊഫഷ്യൻസി എന്തായാലും ഒരു 4 മോഡ്യൂളിനും, അതായത് ലിസണിങ്, സ്പീക്കിങ്, റീഡിങ്, റൈറ്റിങ് ഒരു 7 എടുത്തിരിക്കണം എന്ന് പറയായിരുന്നു. ഇപ്പോൾ അതും വേണ്ട. MOE മീഡിയ ഓഫ് ഇൻസ്ട്രക്ഷൻ നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷൻ ലാസ്റ്റ് പഠിച്ചിറങ്ങിയ ഇൻസ്റ്റിറ്റ്യൂട്ട് ഏതാണോ ആ ഒരു MOE സർട്ടിഫിക്കറ്റ് വെച്ച് തന്നെ നമുക്ക് HTPC ചെയ്യാം. അതിന് ട്രസ്റ്റഡ് ആയിട്ടുള്ള ഏജൻസി ബേസ് നമുക്ക് തന്നെ ആയിട്ട് സൈറ്റിൽ പോയി ചെയ്യാം. പിന്നെ അത് ചെയ്ത് തരുന്ന ഏജൻസീസും ഉണ്ട്. ദെൻ നിങ്ങൾക്ക് അയർലാൻഡിലേക്കാണ് രജിസ്ട്രേഷൻ എടുത്ത് പോകാനുണ്ടെങ്കിൽ കോറു രജിസ്ട്രേഷൻ എന്നാണ് പറയാം, ഹെൽത്ത് പ്രൊഫഷണൽസ് കൗൺസിൽ ഓഫ് അയർലാൻഡ്. ഇവിടെ ഫിസിയോതെറാപ്പിയിൽ അത്യാവശ്യം കുറേ പേര് HCPCയും കോറു രജിസ്ട്രേഷൻസ് ഒക്കെ എടുത്തവരുണ്ട്. ദെൻ ഇന്ത്യയിൽ വരുവാണെങ്കിൽ നമുക്ക് ഏതൊക്കെ എക്സാംസ് എഴുതാൻ പറ്റും? മെയിനായിട്ട് CRE കോമൺ റിക്രൂട്ട്മെൻറ്റ് എക്സാംസിൻ്റെ അണ്ടറിലാണ്. RRB എക്സാംസ്, ESIC, എയിംസ്, പിഷ്മറി, HTPA, പിന്നെ നമുക്ക് കേരള PSCയും കൂടെ നമുക്ക് രജിസ്റ്റർ ചെയ്യാൻ പറ്റും. ഇതൊക്കെ നിങ്ങൾ സൈറ്റിൽ പോയിട്ട് എപ്പോഴും ചെക്ക് ചെയ്തുകൊണ്ടേ ഇരിക്കണം. പിന്നെ അത് കൂടാതെ തന്നെ നമുക്ക് നേവൽ റിക്രൂട്ട്മെൻറ്റും ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ട്. ഞാൻ പറഞ്ഞു സ്റ്റഡി അബ്രോഡിൻ്റെ കാര്യം പറഞ്ഞു. നിങ്ങളിപ്പോൾ ഏറ്റവും കൂടുതൽ ഒരു ഏജൻസി സെലക്ട് ചെയ്യുമ്പോൾ എപ്പോഴും ട്രസ്റ്റഡ് ആയിട്ടുള്ളൊരു ഏജൻസി വേണം. സാന്റാ മോണിക്കോ, അൽഹിന്ദോ, ദെൻ ആവിമാരിയും അത്യാവശ്യം കൗൺസിൽ രജിസ്ട്രേഷൻസ് ഒക്കെ ചെയ്തു കൊടുക്കും. IDP പോലുള്ള ഏജൻസീസ് വേണം. ഇപ്പം ഞാൻ പോകാനിരുന്ന കാലത്ത് നോക്കിയിരുന്ന ഏജൻസി അൽഹിന്ദ ആയിരുന്നു. ഇപ്പോൾ നമ്മളൊരു വെറുതെ ഒരു ഏജൻസിയിൽ വിളിച്ചിട്ട് കാര്യമില്ല, കറക്റ്റ് അവർ ഫോളോ അപ്പ് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കണം. അങ്ങനെ കുറച്ച് പറ്റിക്കപ്പെട്ടവരെ എനിക്കറിയാം. ഇപ്പോൾ ഒരു ഏജൻസിനെ വിളിച്ചിട്ട് നമുക്ക് ഒരു 6 months 8 months പ്രോസസ്സാണ്. മിനിമം ഒരു 2 ദിവസം കൂടുമ്പോഴെങ്കിലും നമ്മളിങ്ങനെ ഫോളോ അപ്പ് ചെയ്യാൻ വിളിച്ചുകൊണ്ടിരിക്കണം. ഇപ്പം ഞാൻ വിളിച്ചതാണെങ്കിൽ അവരെ ഇപ്പോൾ ഡെയിലി വിളിച്ച് അപ്ഡേഷനും കാര്യങ്ങളൊക്കെ ഇതാക്കുമായിരുന്നു. പിന്നെ ഇപ്പം കേരളത്തിൽ ഇപ്പോൾ ലീഡിംഗ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സ്റ്റഡി അബ്രോഡ് ഇമിഗ്രേഷൻ നീതൂസ് അക്കാദമിയാണ്. അവിടെ ആണെങ്കിലും അത്യാവശ്യം കാര്യങ്ങളൊക്കെ ഇപ്പോൾ അപ്ഡേഷൻസ് ആയിട്ട് ചെയ്തു തരുന്നുണ്ട്. ദെൻ നമുക്ക് എങ്ങനെ ജോബ് സൈറ്റ്, ദെൻ നമുക്ക് ജോബ് എന്താ പറയുക എവിടെയൊക്കെ പോയിട്ട് നമുക്ക് ജോബ് സൈറ്റിൽ പ്രൊഫൈൽ ഉണ്ടാക്കാമെന്ന് നോക്കാം. ഒന്ന് മെയിനായിട്ട് ഇൻഡിയൻ പ്രൊഫൈലാണ്, ഇൻഡീഡ്, നൗക്കറി. ഇതിലെങ്ങനെയാണ് പ്രൊഫൈൽ ഉണ്ടാക്കുക, എങ്ങനെ നമ്മൾ കാര്യങ്ങൾ ഫില്ല് ചെയ്യാന്ന് വെച്ചാൽ നമ്മൾ പേര്, ഡെസിഗ്നേഷൻ, നമുക്ക് ഏത് ഏരിയ ആണ് വേണ്ടത്, എത്ര കിലോമീറ്റർ ആണ് വേണ്ടത്, അങ്ങനെ സെപ്പറേറ്റ് ചെയ്തിട്ട് നമുക്ക് നൗക്കറിയിലും ഇൻഡിയനിലൊക്കെ പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ ഇൻഡിയനിൽ ഒരു ഓപ്ഷൻ ഉണ്ടാവും, ഏരിയ ഓഫ് ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഏതൊക്കെ ഏരിയയിൽ നമുക്ക് ഇൻട്രസ്റ്റ് ഉണ്ട്. അത് നേരത്തെ ഞാൻ ചേച്ചി പറഞ്ഞു, ഓയിൽ ബേസ്ഡ് ടെക്നോളജി എന്നുള്ളത് നമുക്ക് ഏതൊക്കെയാണ് ഇൻട്രസ്റ്റ് എന്നുള്ളത് ബേസ് ചെയ്തിട്ട് അതുമായിട്ട് ബന്ധപ്പെട്ട അപ്ഡേഷൻസ് നമ്മുടെ പ്രൊഫൈലിൽ വന്നുകൊണ്ടിരിക്കും. അത് നമ്മൾ ഡെയിലി ചെക്ക് ചെയ്താൽ മതി. ദെൻ ഇത്രയേ ഉള്ളൂ ഞാനൊരു ഔട്ട്ലൈൻ തരുന്നത്. എന്തെങ്കിലും നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം.